മോൺസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. കേസിലെ ആദ്യ കുറ്റപത്രമാണ് എറണാകുളം ACGM കോടതിയിൽ സമർപ്പിച്ചത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോൺസൺ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നും തട്ടിപ്പിനു വേണ്ടി കെ സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി YR റസ്തം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ 10 ലക്ഷം കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 406, 120B വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയെന്ന് കെ സുധാകരനും സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കാണ്, ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയിലാണ് ഗൂഢാലോചനയുള്ളത്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്നായിരുന്നു പരാതിക്കാരനായ MT ഷമീറിന്റെ ആവശ്യം. കെ സുധാകരനെ പ്രതി ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥര്, പ്രത്യേകിച്ച് അന്ന് അവിടെ വന്ന DGP അവിടെ വന്നിട്ടുണ്ട്, ADGP മനോജ് എബ്രഹാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒപ്പിട്ടിട്ടുള്ള വ്യാജരേഖകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നിലൊക്കെ ഇപ്പോഴും പോലീസിലെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ട കേസാണ്. പക്ഷെ അവരൊന്നും പ്രതി ചേർക്കാൻ തയ്യാറായിട്ടില്ല. ജൂണിൽ ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടി. 24 കൊച്ചി.